എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ജീവവചനം ചാനലിലേക്ക് സ്വാഗതം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പറയപ്പെടുന്നതും എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. എന്താണെന്നല്ലേ? സ്നേഹം. എന്താണ് യഥാർത്ഥ സ്നേഹം? നമ്മെ വേദനിപ്പിക്കുന്നവരെ പോലും സ്നേഹിക്കാൻ നമുക്ക് എങ്ങനെ കഴിയും? ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി വചനത്തിലൂടെ നമുക്കിന്ന് തിരയാം. ആദ്യമായി, ദൈവത്തിൻ്റെ സ്നേഹം, ദ അൺകണ്ടീഷണൽ ലവ്. നമുക്കറിയാം, ദൈവത്തിൻ്റെ സ്നേഹം അളവറ്റതാണല്ലേ. ബൈബിളിലെ ഏറ്റവും മനോഹരമായ ഒരു വാക്യത്തോടെ നമുക്ക് തുടങ്ങാം. 1 യോഹന്നാൻ എഴുതിയ ലേഖനം 4:16 പറയുന്നു, ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം അറിഞ്ഞും വിശ്വസിച്ചുമിരിക്കുന്നു. ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രയൊക്കെ തെറ്റുകൾ ചെയ്താലും, നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയാലും അവൻ്റെ സ്നേഹത്തിന് യാതൊരു മാറ്റവുമില്ല. ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹത്തേക്കാൾ എത്രയോ വലുതാണ് ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം. ഈ ലോകത്തിൽ എല്ലാവരും നമ്മെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ കൂടെയുള്ള ആ ദൈവസ്നേഹമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കാവൽ, അല്ലേ? ബൈബിൾ നിർവചിക്കുന്ന സ്നേഹം. സ്നേഹത്തെക്കുറിച്ച് ഇതിലും മനോഹരമായി മറ്റൊരിടത്തും എഴുതപ്പെട്ടിട്ടില്ല. 1 കൊരിന്ത്യർ 13 4 മുതൽ 7 വരെ. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. ഈ വാക്യത്തിൽ എന്താ പറയുന്നത്? സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ദയാപൂർവം പെരുമാറുന്നു, സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ നടത്തുന്നില്ല, അഹങ്കരിക്കുന്നില്ല, അത് അപ്രായോഗികമായി പെരുമാറുന്നില്ല, സ്വാർത്ഥത തിരയുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല. ഇങ്ങനെയൊക്കെയല്ലേ? ഇന്നത്തെ കാലത്ത് പലപ്പോഴും സ്വാർത്ഥത നിറഞ്ഞ സ്നേഹമാണ് നമ്മൾ കാണുന്നത്. എനിക്കെന്ത് കിട്ടും എന്ന് ചിന്തിച്ചാണ് പലരും സ്നേഹിക്കുന്നത്. എന്നാൽ ബൈബിൾ പറയുന്നത് ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ ദീർഘമായി ക്ഷമിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം എന്നാണ്. നമ്മുടെ കുടുംബങ്ങളിൽ പങ്കാളിയോട്, മക്കളോട്, മാതാപിതാക്കളോടൊക്കെ ഈ വചനത്തിൽ പറയുന്നത് പോലെ ദയയോടും ക്ഷമയോടും കൂടെ പെരുമാറാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ സ്വയം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹം എങ്ങനെ നിലനിർത്താം? ചെറിയ കാര്യങ്ങൾ അഭിനന്ദിക്കുക. കുടുംബത്തിൽ പരസ്പരം ചെയ്യുന്ന ചെറിയ നന്മകൾക്ക് നന്ദി പറയുക. കുറ്റങ്ങൾ മാത്രം നോക്കാതെ നല്ല കാര്യങ്ങളെ അഭിനന്ദിക്കുക. വാക്കുകളിലെ സൗമ്യത. നമ്മൾ നേരത്തെ ഒരു ഷോർട്സിൽ പറഞ്ഞതുപോലെ നമ്മുടെ നാവിന് ജീവന്റെ ശക്തിയുണ്ട്. സ്നേഹമുള്ള വാക്കുകൾ സംസാരിക്കുക. ഒന്നിച്ച് പ്രാർത്ഥിക്കുക. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ സ്നേഹവും സമാധാനവും എപ്പോഴും നിലനിൽക്കും. കുട്ടികളെയും ഇതിൽ പങ്കാളികളാക്കുക. ശത്രുക്കളെ സ്നേഹിക്കുക. ഇത് ഏറ്റവും വലിയ വെല്ലുവിളിയാണല്ലേ? യേശുക്രിസ്തു തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞ ഏറ്റവും ബുദ്ധിമുട്ടുള്ള എന്നാൽ ഏറ്റവും മഹത്തരമായ ഒരു കാര്യമാണ്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്കായി പ്രാർത്ഥിപ്പിൻ. മത്തായി എഴുതിയ സുവിശേഷം 5:44 ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മളെ സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിക്കാൻ വളരെ എളുപ്പമാണ്. എന്നാൽ നമ്മളെ വേദനിപ്പിച്ചവരെ, നമുക്കെതിരെ സംസാരിച്ചവരെ സ്നേഹിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, അല്ലേ? പക്ഷേ ആ ക്ഷമയിലൂടെയും സ്നേഹത്തിലൂടെയുമാണ് നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മാറുന്നത്. ക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് പോലും തന്നെ ഉപദ്രവിച്ചവർക്കായി പ്രാർത്ഥിച്ചു. മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും അവരെ സ്നേഹിപ്പാനും ഉള്ള ആ വലിയ മനസ്സ് നമ്മുടെ ഹൃദയത്തിന് തരുന്ന സമാധാനം വളരെ വലുതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയങ്ങളിൽ സ്നേഹം നിറയട്ടെ. കടന്നു പോകുന്ന വഴികളിലെല്ലാം
മറ്റുള്ളവർക്ക് പ്രത്യാശയും സ്നേഹവും പകരാൻ നമുക്ക് സാധിക്കണം. നമ്മൾ കാരണം ഒരാളുടെ മുഖത്തെങ്കിലും ഒരു പുഞ്ചിരി ഉണ്ടായാൽ അതാണ് ഏറ്റവും വലിയ ശക്തി. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം: ദൈവമേ, അവിടുത്തെ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. മറ്റുള്ളവരോട് ക്ഷമിക്കാനും അവരെ സ്നേഹിക്കാനും ഉള്ള ഒരു നല്ല മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. നിങ്ങളുടെ മനസ്സിന് കുളിർമ നൽകിയെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ വചനങ്ങൾക്കായി ജീവവചനം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ദൈവത്തിൻ്റെ വലിയ സ്നേഹവും സമാധാനവും നേരുന്നു. താങ്ക്